ന്യൂസ് മോർണിംഗിൽ വാർത്തകൾ വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തെ വാർത്ത പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനമാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് 6 മണിക്ക് കൊച്ചി മഹാരാജാസ് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും. ഷിപ്പ്യാർഡിന്റെ രാജ്യാന്തര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, പുതിയ ഡ്രൈഡോക്ക് എന്നിവ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. നാളെ രാവിലെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും മോദി പങ്കെടുക്കും. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റാഫി, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ മാസം തന്നെ 2ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. 2 ദിവസത്തെ പര്യടനമാണ്. എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ? രേഷ്മ, ഗുഡ് മോർണിംഗ്. 2 മാസത്തിനിടയിൽ 2ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഈ തവണത്തെ പ്രധാനമന്ത്രിയുടെ വരവിന് ശേഷം ഇത് ലോക്സഭാ ഇലക്ഷന് മുൻപുള്ള BJPയുടെ അനൌദ്യോഗികമായ പ്രചരണത്തിന്റെ തുടക്കമാണ് എന്ന് വേണം പറയാൻ. ഇന്ന് പ്രധാനമന്ത്രിക്ക് കൊച്ചിയിലുള്ള പരിപാടി വൈകിട്ട് 6 മണിക്കുള്ള റോഡ് ഷോയാണ്. ഏകദേശം 50,000-ഓളം വരുന്ന BJP പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് കരുതുന്ന റോഡ് ഷോയാണ് വൈകിട്ട് 6 മണിക്ക് നടക്കുക. 5 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വിമാനത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇറങ്ങുക. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പ്രധാനമന്ത്രി നാവികസേന ആസ്ഥാനത്തേക്ക് എത്തും. അവിടെ നിന്ന് റോഡ് മാർഗമാണ് റോഡ് ഷോയുടെ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി എത്തുക. വൈകിട്ട് 6 മണിക്ക് മഹാരാജാസ് ഗ്രൗണ്ട് മുതൽ എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് വരെയാണ് റോഡ് ഷോ ഒരുക്കിയിരിക്കുന്നത്. 1.5 കിലോമീറ്റർ ദൂരത്ത് വേലി കെട്ടി തിരിച്ചുകൊണ്ടാണ് റോഡിന്റെ 2 വശങ്ങളിലായി BJP പ്രവർത്തകർ അണിനിരന്നുകൊണ്ടുള്ള റോഡ് ഷോയാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കനത്ത സുരക്ഷാ ക്രമീകരണമാണ് കൊച്ചി നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ റോഡ് ഷോയുടെ ട്രയൽ റണ്ണുകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ 2000-ഓളം പോലീസുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് റോഡ് ഷോ മാത്രമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിയായി കൊച്ചിയിലുള്ളൂ. നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് പോകും. തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുകയും അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. തുടർന്ന് പിന്നീട് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. അതിനുശേഷം നാളെ വൈകിട്ട് തിരിച്ച് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 2 ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. അതിനുശേഷം പ്രധാനമന്ത്രി ശക്തി കേന്ദ്ര ചുമതലക്കാരുടെ മീറ്റിംഗിൽ മറൈൻ ഡ്രൈവിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഏകദേശം 10,000-ഓളം പേർ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗമാണ് ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ പൊതുയോഗമായി കൊച്ചിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ നിലയിലുള്ള പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ശരി, റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നെത്തും.